ഉക്രൈനിൽ വട്ടമിട്ട് പറക്കുകയാണ് കൂറ്റൻ യുദ്ധവിമാനങ്ങൾ. ഏതാണ് ഉക്രൈന് കരുത്തു പകരാനായി എത്തിയ ആ ഉഗ്രൻ കരുത്തൻ പോരാളി? നമുക്ക് നോക്കാം വിശദമായി തന്നെ. ഉക്രൈന് ആദ്യത്തെ F-16 ജെറ്റുകൾ ലഭിച്ചുവെന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏറെ നാളായി കാത്തിരുന്ന F-16 ജെറ്റുകളുടെ ആദ്യ ബാച്ച് ഉക്രൈനിൽ എത്തിയതായി ലിത്വാനിയയുടെ വിദേശകാര്യമന്ത്രിയും ഒരു US ഉദ്യോഗസ്ഥനും അറിയിച്ചത് വലിയ പ്രാധാന്യത്തോടെ വേണം നോക്കിക്കാണാൻ. ക്ഷയിച്ച വ്യോമസേനയെ പുനർനിർമ്മിക്കാൻ സഹായിക്കുമെന്നാണ് ഉക്രൈൻ ഇതിനോട് നന്ദി സൂചകമായി പറഞ്ഞത്. ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച F-16കൾ അവയുടെ വിനാശകരമായ ശക്തിയും ആഗോള ലഭ്യതയും കാരണം വളരെ കാലമായി ഉക്രൈന്റെ ആഗ്രഹ പട്ടികയിൽ ഉണ്ടായിരുന്നു. ബോംബുകളും റോക്കറ്റുകളും മിസൈലുകളും വഹിക്കാൻ ശേഷിയുള്ള 20mm പീരങ്കിയാണ് ഈ യുദ്ധവിമാനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അസാധ്യമായ മറ്റൊരു കാര്യം പൂർണ്ണമായും സാധ്യമായി തീർന്നു എന്നാണ് ഈ F-16 എത്തിയ ശേഷമുള്ള അധികൃതരുടെ മറുപടി. അമേരിക്കയ്ക്ക് പുറമെ നിരവധി രാജ്യങ്ങൾ ഉക്രൈനെ സഹായിക്കാനായി രംഗത്തുണ്ട്. മൊത്തം 19 ജെറ്റുകൾ സംഭാവന ചെയ്യാൻ ഡെൻമാർക്ക് പ്രതിജ്ഞാബദ്ധമാണ്. അതേസമയം നെതർലൻഡ്സ് 24 വിമാനങ്ങൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഉക്രൈന് F-16 വിമാനങ്ങൾ നൽകാനുള്ള ഒരു അന്താരാഷ്ട്ര സഖ്യത്തിന് പിന്നിൽ ഇരു രാജ്യങ്ങളും പ്രേരക ശക്തികളാണ്. 6 F-16 യുദ്ധവിമാനങ്ങൾ ഉക്രൈന് സമ്മാനിക്കുമെന്ന് നോർവേയും അറിയിച്ചിട്ടുണ്ട്. പൈലറ്റുമാരെയും ഗ്രൗണ്ട് സ്റ്റാഫിനെയും ഉക്രൈന്റെ പാശ്ചാത്യ പങ്കാളികൾ മാസങ്ങളോളം പരിശീലിപ്പിച്ചിട്ടുണ്ട്. 2022 ഫെബ്രുവരിയിലെ റഷ്യയുടെ പൂർണ്ണതോതിലുള്ള അധിനിവേശം തടയാൻ പോരാടിയതിനാൽ ഉക്രൈനിയൻ സൈന്യത്തിന് സോവിയറ്റ് കാലഘട്ടത്തിലെ താരതമ്യേന ചെറിയ ജെറ്റുകളെ ആശ്രയിക്കേണ്ടി വന്നു. ഉക്രൈനിയൻ ഉദ്യോഗസ്ഥർ F-16 കൂട്ടിച്ചേർക്കുന്നത് അതിന്റെ വ്യോമസേനയുടെ സുപ്രധാനമായ നവീകരണമായി കാണുന്നുണ്ട്. 2022 ഫെബ്രുവരിയിൽ റഷ്യയുടെ പൂർണ്ണതോതിലുള്ള അധിനിവേശത്തോടെ ആരംഭിച്ച യുദ്ധത്തിൽ F-16 ഒരു വഴിത്തിരിവ് തെളിയിക്കുമോ ഇല്ലയോ എന്ന ചർച്ചയിലാണ് വിദഗ്ധരും ഉദ്യോഗസ്ഥരും. F-16 എയർക്രാഫ്റ്റിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നോക്കുകയാണ് എങ്കിൽ സിംഗിൾ എഞ്ചിൻ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് F-16 ഫൈറ്റിംഗ് എയർക്രാഫ്റ്റ്. എല്ലാ കാലാവസ്ഥയിലും ഒരു മൾട്ടി റോൾ വിമാനമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒന്ന്. 1976 വിമാന നിർമ്മാണത്തിന് അനുമതി ലഭിച്ചു. ഇപ്പോൾ ഇത് കയറ്റുമതിക്കായി അതിന്റെ മെച്ചപ്പെട്ട പതിപ്പുകളാണ് നിർമ്മിക്കുന്നത്. കൈകാര്യം ചെയ്യുമ്പോൾ നിയന്ത്രണം ലഘൂകരിക്കാൻ സൈഡ് മൗണ്ടഡ് കൺട്രോൾ, അതേപോലെ സ്റ്റാറ്റിക് സ്റ്റെബിലിറ്റി, ഫ്ലൈ ബൈ വയർ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം അതിനെ ഒരു ചടുല വിമാനമാക്കാൻ സഹായിക്കുന്നുണ്ട്. എന്തായാലും ഉക്രൈനെ സഹായിക്കാൻ സന്നദ്ധരായി അമേരിക്ക മുന്നിൽ തന്നെയുണ്ട്. പുടിന്റെ എല്ലാവിധ മുന്നറിയിപ്പുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അമേരിക്ക നിലകൊള്ളുന്നത്. ഏപ്രിലിൽ US കോൺഗ്രസ് പാസാക്കിയ $61 ബില്യൺ സഹായ പാക്കേജിന്റെ ഭാഗമായി ഈ വർഷം നവംബറോടെ ഉക്രൈനിലേക്ക് $7.9 ബില്യൺ നേരിട്ടുള്ള പിന്തുണ ലഭിക്കുമെന്ന് US-ലെ ഉക്രൈനിയൻ അംബാസിഡർ ഒക്സാന മാർക്കറോവ അറിയിച്ചിട്ടുണ്ട്. മാസങ്ങൾ നീണ്ട രാഷ്ട്രീയ കലഹങ്ങൾക്കും അതേപോലെ ഉക്രൈനിലെ യുദ്ധക്കളത്തിലെ വഷളായ സാഹചര്യത്തിനും ശേഷം US ജനപ്രതിനിധി സഭ ഏപ്രിൽ 20 നിർണായകമായ വിദേശ സഹായ പാക്കേജ് പാസാക്കിയിരുന്നു. അതിൽ ഉക്രൈനുള്ള പിന്തുണ $60.84 ബില്യൺ ഉൾപ്പെടുന്നു. പാക്കേജിൽ നിന്നുള്ള $7.9 ബില്യൺ നേരിട്ടുള്ള ബജറ്റ് സഹായം സമീപഭാവിയിൽ ഉക്രൈനിലേക്ക് മാറ്റും. ബാക്കിയുള്ളത് ഒക്ടോബർ അവസാനത്തോടെ ലഭിക്കുമെന്നാണ് മാർക്കറോവ പറഞ്ഞത്. അതായത് ഒക്ടോബർ അവസാനത്തോടെ എല്ലാ ബജറ്റ് സഹായ ഫണ്ടുകളും ഉക്രൈൻ സ്വീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുമെന്നതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാവിധ പിന്തുണയുമായി അമേരിക്ക ഉക്രൈനൊപ്പം തന്നെയുണ്ട്. റഷ്യയ്ക്ക് മറുപടി കൊടുക്കുക എന്നതാണ് അമേരിക്കയുടെ ഇതിലെ ലക്ഷ്യം. ഉക്രൈനെ മുൻനിർത്തി അമേരിക്കയാണ് യുദ്ധം ചെയ്യുന്നതെന്ന് പുടിൻ പറയുന്നതും വെറുതെയല്ല എന്നും ഒരു പക്ഷം പറയുന്നുണ്ട്. എന്തായാലും ഉക്രൈനെ സഹായിക്കുവാനായി രാജ്യങ്ങൾ മുൻനിരയിൽ തന്നെയുണ്ട്.